ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കൂസ് അടുക്കള. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. റവ കൊണ്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ സാധാ ദോശയ്ക്കൊക്കെ നമ്മൾ കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കില്ലേ, ഇതിന് അതേപോലെ ഒന്നും ചെയ്യേണ്ട, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അത് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം കുറേശ്ശെയായി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല ലൂസ് ബാറ്ററായിട്ടാണ് മിക്സ് ചെയ്തെടുക്കേണ്ടത്. പച്ചമോരിൻ്റെയൊക്കെ ഒരു പരുവില്ലേ, ആ ഒരു പരുവത്തിൽ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിലേക്ക് 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞ് ചിലപ്പം ഈ ബാറ്റർ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ലൂസാക്കി എടുക്കണം. ഇനി ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ മാവ് കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചതൊന്ന് ലൂസാക്കി എടുക്കാം. ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണിത് വേണ്ടത്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ട് ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. പാൻ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. ആദ്യം സൈഡിലേക്കെല്ലാം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്തെടുക്കാം. ഞാൻ ഇതേപോലത്തെ ഒരു സ്റ്റീൽ പാത്രം വെച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തിന്നായിട്ടുള്ളൊരു ദോശയാണിത്. ഇനി നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്ക്ക് പകരം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. ഇത് നന്നായിട്ടൊന്ന് വെന്തിട്ട് മാത്രമേ ഇത് തിരിച്ചിട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോവും. നല്ല ക്രിസ്പി ആയിട്ട് വന്നതിന് ശേഷം മാത്രം ഇത് തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് വെന്തിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിട്ട് കൊടുക്കാം. ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുക്കാം. ഇനി ബാക്കി കൂടി ചുട്ടെടുക്കാം. ഇനി ആ ഹോൾസ് ഉള്ള ഭാഗത്ത് കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് പരത്തിയൊന്നും കൊടുക്കരുത്. ഓരോ വട്ടവും ദോശ ചുട്ടെടുക്കുമ്പം ആ മാവ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. കാരണം റവ ആയതുകൊണ്ട് അത് അടിയിലേക്ക് താന്നായിരിക്കും കിടക്കുന്നത്.
വളരെ ഈസിയായ റവ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു ദോശയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാറിൻ്റെ ചട്നിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.